ഹായ് റൈസ് ടു വിനിൻ്റെ PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബയോളജിയാണ് നടക്കുന്നത്. ബയോളജിയിലെ ഹാർട്ടിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിപ്പോൾ ഹാർട്ടിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഹാർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ? ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ബിസിയസ്റ്റ് ഓർഗൻ ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർട്ട് ഈസ് ദി ബിസിയസ്റ്റ് ഓർഗൻ ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ ബിസിയസ്റ്റ് ഓർഗനാണ് നമ്മുടെ ഹാർട്ട്. ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഹാർട്ട് പമ്പ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ബോഡി ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ലങ്സ്. ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ബോഡിയിലേക്ക് എത്തിക്കുന്നതും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് എത്തിക്കുന്നതും ആരാണ്? ഹാർട്ടാണ്. ഓക്കെ, ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ബ്ലഡ് എന്നാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ എത്തിക്കുന്നതും അതുപോലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് അല്ലെങ്കിൽ ഇമ്പ്യൂർ ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് എത്തിക്കുന്ന ആളുമാണ് ആര്? ഹാർട്ട്. അപ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്താ? ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിക്കുന്നതും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് എത്തിക്കുന്ന ആളാണ് ഹാർട്ട്. അതാണ് ഹാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് ബിസിയസ്റ്റ് ഓർഗനാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ബിസിയസ്റ്റ് ഓർഗനാണ് ഹാർട്ട്. അതുപോലെ തന്നെ ഇറ്റ് പമ്പ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ബോഡി ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ലങ്സ്. സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ ദി ബോഡി ഈസ് റെഗുലേറ്റഡ് ബൈ ഹാർട്ട്. ഓക്കെ, ബ്ലഡ് സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഹാർട്ട്. ഓക്കെ, ബ്ലഡിൻ്റെ സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഓൺലി ഓർഗൻ വിച്ച് ഡു നോട്ട് അഫക്റ്റ് ക്യാൻസർ അഫക്റ്റ് ചെയ്യാത്ത ഒരേ ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ ക്യാൻസർ അഫക്റ്റ് ചെയ്യാത്ത ഒരേ ഒരു ഓർഗനാണ് ഹാർട്ട്. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്ന ബിസിയസ്റ്റ് ഓർഗനാണ്, ഹ്യൂമൻ ബോഡിയുടെ ബിസിയസ്റ്റ് ഓർഗനാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് പമ്പ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ബോഡി ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ലങ്സ്. ബോഡിയിൽ ബ്ലഡിൻ്റെ സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനാണ് ആര്? ഹാർട്ട് റെഗുലേറ്റ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ അവർ ബോഡി. ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ഹാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഓൺലി ഓർഗൻ വിച്ച് ഡു നോട്ട് അഫക്റ്റ് ക്യാൻസർ അഫക്റ്റ് ചെയ്യാത്ത ഒരേ ഒരു ഓർഗനാണ് നമ്മുടെ ഹാർട്ട്. ഓക്കെ, ഇത്രയാണ് ഹാർട്ടിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കുന്നത് പ്യുവർ ബ്ലഡ് എന്താ, ഇമ്പ്യൂർ ബ്ലഡ് എന്താണെന്നാണ്. പ്യുവർ ബ്ലഡ് എന്ന് വെച്ചാൽ, പ്യുവർ ബ്ലഡ് മീൻസ് ബ്ലഡ് എൻറിച്ച്ഡ് വിത്ത് ഓക്സിജൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡിനെയാണ് നമ്മൾ പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. ഇത് ഓക്സിജൻ ഉള്ള ബ്ലഡ്, അതാണ് പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡ് എൻറിച്ച്ഡ് വിത്ത് ഓക്സിജൻ ഈസ് കാൾഡ് പ്യുവർ ബ്ലഡ്. പ്യുവർ ബ്ലഡ് എന്ന് വെച്ചാൽ എന്താ? ഓക്സിജൻ ഉള്ള ബ്ലഡ്, ഓക്സിജനായിട്ട് എൻറിച്ച് ചെയ്തിട്ടുള്ള ബ്ലഡാണ് പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പ്യൂർ ബ്ലഡ് എന്തായിരിക്കും? അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇമ്പ്യൂർ ബ്ലഡ് എന്ന് പറയുന്നത് എന്താ? ബ്ലഡ് അബണ്ടൻറ്റ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഓർ പുവർ ഇൻ ഓക്സിജൻ. ഓക്സിജൻ പുവർ ആയിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് ആയിരിക്കും കൂടുതൽ. അങ്ങനെയുള്ള ബ്ലഡിനാണ് നമ്മളതെന്ന് പറയുന്നത് ഇമ്പ്യൂർ ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്യുവർ ബ്ലഡ് എന്ന് വെച്ചാൽ എന്താ? ഓക്സിജൻ എൻറിച്ച്ഡ് ബ്ലഡാണ് പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. ഇമ്പ്യൂർ ബ്ലഡ് എന്ന് വെച്ചാൽ ബ്ലഡ് അബണ്ടൻറ്റ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് പുവർ ഇൻ ഓക്സിജൻ. ഓക്സിജൻ കുറവായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും, അതാണ് ഇമ്പ്യൂർ ബ്ലഡ്. ഓക്കെ, അത് രണ്ടും അറിഞ്ഞിരിക്കുക. ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മൾ പ്യുവർ ബ്ലഡ് എന്ന് പറയും, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് നമ്മൾ ഇമ്പ്യൂർ ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്യുവർ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉള്ള ബ്ലഡ്, ഇമ്പ്യൂർ ബ്ലഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുതലുള്ള ബ്ലഡ്, ഓക്സിജൻ്റെ എമൗണ്ട് കുറവുള്ള ബ്ലഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പ്യൂർ ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹ്യൂമൻ ഹാർട്ടിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 300 ഗ്രാം എന്നാണ് അപ്രോക്സിമേറ്റ് വാല്യൂ പറയുന്നത്. ശരിക്കും അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 250 to 350 ഗ്രാം ആണ്. അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത് 300 ഗ്രാം എന്നാണ്. നമ്മൾ ഹാർട്ടിനെ പറ്റി പറഞ്ഞ എന്താ? ഇറ്റ് ഈസ് എ ബിസിയസ്റ്റ് ഓർഗൻ ഓഫ് ദി ബോഡി, പമ്പ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ബോഡി ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ലങ്സ്. ബോഡിയിൽ ബ്ലഡിലെ സർക്കുലേഷൻ നടത്തുന്നത് ആരാണ്? ഹാർട്ടാണ്. ഓൺലി ഓർഗൻ വിച്ച് ഡു നോട്ട് അഫക്റ്റ് ക്യാൻസർ. ദെൻ പ്യുവർ ബ്ലഡും ഇമ്പ്യൂർ ബ്ലഡും എന്താണെന്ന് പറഞ്ഞു. പ്യുവർ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ എൻറിച്ച്ഡ് ബ്ലഡാണ് പ്യുവർ ബ്ലഡ്. ഇമ്പ്യൂർ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് അബണ്ടൻറ്റ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് പുവർ ഇൻ ഓക്സിജൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഹാർട്ടിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ്. ഹ്യൂമൻ ഹാർട്ടിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 300 ഗ്രാം എന്നാണ് അപ്രോക്സിമേറ്റ് വാല്യൂ പറയുന്നത്. ശരിക്കും അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 250 to 350 ഗ്രാം ആണ്. അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത് 300 ഗ്രാം എന്നാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഹ്യൂമൻ ഹാർട്ട് ബീറ്റിനെ പറ്റിയാണ്. ഹ്യൂമൻ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നത് 70 മുതൽ 85 വരെ വേരി ചെയ്യുന്നു എന്നാണ്. ഹ്യൂമൻ്റെ ഹാർട്ട് ബീറ്റ്, ഒരു ഹ്യൂമൻ അഡൽറ്റിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 70 മുതൽ 85 വരെയാണ് വേരി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൽ മെയിലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെയിലിന്
70 72 ആ ഒരു റേഞ്ച് ആയിരിക്കും മെയിലിൻ്റെ ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 70 മുതൽ 72 തവണ ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. അടുത്ത് ഫീമെയിലിനാണെങ്കിൽ 78 മുതൽ 82 വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് 70 മുതൽ 85 വരെയാണ് നോർമൽ അഡൽറ്റിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. അതിൽ മെയിലിനാണെങ്കിൽ 70 മുതൽ 72 വരെ പെർ മിനിറ്റ് 70 to 72, ഫീമെയിലിനാണെങ്കിൽ പെർ മിനിറ്റിൽ 78 to 82 എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് പെർ മിനിറ്റിൽ എത്രയാണ്? 70 മുതൽ 85 വരെ. അതിൽ മെയിലിനാണ് 70 മുതൽ 72 വരെ, ഫീമെയിലിനാണെങ്കിൽ 78 മുതൽ 82 വരെ എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്ത്, ഇൻ മാൻ ടൈം റിക്വയർഡ് ഫോർ എ സിംഗിൾ കാർഡിയാക് സൈക്കിൾ. ഒരു സിംഗിൾ കാർഡിയാക് സൈക്കിളിന് എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ 0.8 സെക്കൻഡ് ആണ്. ഒരു സിംഗിൾ കാർഡിയാക് സൈക്കിളിന് വേണ്ട സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ്. ഒരു കാർഡിയാക് സൈക്കിൾ നടക്കുന്നതിന് വേണ്ട സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഹ്യൂമൻ ഹാർട്ട് ബീറ്റ് എത്രയാണെന്ന് പറഞ്ഞു, 70 to 85 എന്നാണ് പറയുന്നത്. നോർമൽ ഹാർട്ട് ബീറ്റ് റേറ്റ് ഇൻ ഹ്യൂമൻ എന്ന് പറയുന്നത് 70 to 85 എന്നാണ് പറയുന്നത്. അതിൽ അഡൽറ്റ് മെയിലിനാണെങ്കിൽ 70 to 72 ആയിരിക്കും. ഓക്കെ, ഹ്യൂമൻ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 70 to 85 പെർ മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. 70 to 85 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നാണ് പറയുന്നത്. അതിൽ മെയിലിനാണെങ്കിൽ എത്രയാ? 70 മുതൽ 72 ബീറ്റ്സ് പെർ മിനിറ്റ്. വിമനാണെങ്കിൽ 78 മുതൽ 82 ബീറ്റ്സ് പെർ മിനിറ്റ്. ഓക്കെ, പെർ മിനിറ്റിൽ 78 മുതൽ 82 വരെ ഫീമെയിലിനാണെങ്കിൽ, മെയിലിനാണെങ്കിൽ 70 മുതൽ 72 വരെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു സിംഗിൾ കാർഡിയാക് സൈക്കിളിന് എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ അത് 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ് ആണ് ഒരു സിംഗിൾ കാർഡിയാക് സൈക്കിളിന് വേണ്ട സമയം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഹാർട്ടിലോട്ട് വരുവാണ്. ഓക്കെ, ഹാർട്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന് 4 ചേമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഹ്യൂമൻ ഹാർട്ടിന് 4 ചേമ്പേഴ്സാണ് ഉള്ളത്. 2 ഓറിക്കിൾസും 2 വെൻട്രിക്കിൾസും ചേർന്ന 4 ചേമ്പേഴ്സാണ് ഹ്യൂമൻ ഹാർട്ടിന് ഉള്ളത്. ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ് ഓരോ ജീവികളിലും എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. കോക്രോച്ചിനാണ് ഏറ്റവും കൂടുതൽ ചേമ്പേഴ്സ് ഉള്ളത്. കോക്രോച്ചിന് 13 ചേമ്പേഴ്സാണ് ഉള്ളത്. കോക്രോച്ചിന് 13 ചേമ്പേഴ്സാണ് കോക്രോച്ചിൻ്റെ ഹാർട്ടിലുള്ളത്. ഓക്കെ, കോക്രോച്ചിൻ്റെ ഹാർട്ടിൽ 13 ചേമ്പേഴ്സ് ഉണ്ട്. കോക്രോച്ചിന് 13 ചേമ്പേഴ്സാണ് ഉള്ളത്. ഇനി ഹ്യൂമന്, മാമൽസിന്, ബേർഡ്സിന്, ക്രോക്കോഡൈലിന് ഇതിന് 4 എണ്ണത്തിനും 4 ചേമ്പേഴ്സാണ് ഉള്ളത്. ആർക്കൊക്കെയാണ്? ഹ്യൂമൻ, മാമൽസ്, ബേർഡ്സ്, ക്രോക്കോഡൈൽ. ഓക്കെ, ഹ്യൂമൻ, മാമൽസ്, ബേർഡ്സ്, ക്രോക്കോഡൈൽ ഇതിന് 4 എണ്ണത്തിൻ്റെയും ഹാർട്ടിൽ എത്ര ചേമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ 4 ചേമ്പേഴ്സാണ് ഉള്ളത്. ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും 3 ചേമ്പേഴ്സാണ് ഉള്ളത്. ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും 3 ചേമ്പേഴ്സാണ് ഉള്ളത്. ഫിഷിനാണെങ്കിൽ 2. ഓക്കെ, ഇങ്ങനെ ഓർഡറിലായിട്ട് പഠിച്ചു വയ്ക്കുക. ആദ്യം കോക്രോച്ചിന് 13, പിന്നെ 4 പേർക്ക്. ആ 4 പേര് ആരൊക്കെയാണ്? ഹ്യൂമൻ, മാമൽസ്, ബേർഡ്സ്, ക്രോക്കോഡൈൽ ഇത്രയും പേർക്കും 4 ചേമ്പേഴ്സാണ് ഉള്ളത്. പിന്നെ പറഞ്ഞ ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും 3 ചേമ്പേഴ്സാണ് ഉള്ളത്. പിന്നെ ഫിഷിന് 2 ചേമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഒരിക്കൽ കൂടി പറയുവാണ്. ഏറ്റവും കൂടുതൽ ചേമ്പേഴ്സ് ഉള്ളത് കോക്രോച്ചിനാണ്. കോക്രോച്ചിന് 13 ചേമ്പേഴ്സാണ് ഉള്ളത്. പിന്നെ 4 പേര് ഹ്യൂമൻ, മാമൽസ്, ബേർഡ്സ്, ക്രോക്കോഡൈൽ. ഹ്യൂമൻ, മാമൽസ്, ബേർഡ്സ്, ക്രോക്കോഡൈൽ ഇത്രയും പേർക്ക് 4 ചേമ്പേഴ്സാണുള്ളത്. ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും 3 ചേമ്പേഴ്സാണ് ഉള്ളത്. ഫിഷിന് 2 ചേമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഇത് മറക്കരുത്. ഇത് മിക്കവാറും തിരിച്ചു മറിച്ചൊക്കെ ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫിഷിൻ്റെ ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? എത്രയാണ്? 2. റെപ്റ്റൈൽസ് ആണെങ്കിൽ 3. ഹ്യൂമൻസ്, മാമൽസ്, ബേർഡ്സ്, ക്രോക്കോഡൈൽ ഇത്രയും പേര് ചോദിച്ചാൽ 4 എന്നങ്ങ് ഓർത്ത് വയ്ക്കുക. പിന്നെ കോക്രോച്ചിനാണ് ഏറ്റവും കൂടുതൽ 13 ചേമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിൽ എത്ര ചേമ്പേഴ്സാണുള്ളത്? 4 ചേമ്പേഴ്സാണുള്ളത്. 2 ഓറിക്കിൾസും 2 വെൻട്രിക്കിൾസും. ഓക്കെ, ഇനി നമുക്ക് ആ ഹ്യൂമൻ ഹാർട്ടിനെ പറ്റി നന്നായിട്ടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ എന്തൊക്കെ പാർട്സാണ് ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ഹാർട്ട്സിൻ്റെ പാർട്ട് ഏതൊക്കെയാണെന്ന് പറയാം. എന്നിട്ട് നമുക്ക് ബാക്കി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ ഓരോ പാർട്സ് ഞാൻ പറയുവാണ്. നോക്കിക്കേ, ഒരു സുപ്പീരിയർ വീനക്കാവ കാണാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബോട്ടമിൽ ഒരു ഇൻഫീരിയർ വീനക്കാവയും കാണാം. അപ്പോൾ സുപ്പീരിയർ വീനക്കാവയുണ്ട്, അതുപോലെ തന്നെ ഒരു ഇൻഫീരിയർ വീനക്കാവയുണ്ട്. ഓക്കെ, പിന്നെ ഒരു റൈറ്റ് ഏട്രിയം കാണിച്ചിട്ടുണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ കാണിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് ഏട്രിയം കാണിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്,
പിന്നെ പൾമനറി ആർട്ടറി ഉണ്ട്, പൾമനറി വെയിനും ഉണ്ട്. ഓക്കെ, പൾമനറി ആർട്ടറി ഉണ്ട്, പൾമനറി വെയിൻ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അയോർട്ടയുണ്ട്. പിന്നെ 2 വാൽവ്സിനെ പറയുന്നുണ്ട്, ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും. ഓക്കെ, ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും. ഇതിൽ ബൈകസ്പിഡ് വാൽവ് എന്ന് എഴുതിയിട്ടില്ല, അതിന് പകരം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മിട്രൽ വാൽവ് എന്നാണ്. ഓക്കെ, മിട്രൽ വാൽവിൻ്റെ മറ്റൊരു പേരാണ് ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, അങ്ങനെ ഇത്രയാണ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട്? ഒരു സുപ്പീരിയർ വീനക്കാവയുണ്ട്, ഒരു ഇൻഫീരിയർ വീനക്കാവയുണ്ട്, റൈറ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. പിന്നെ പൾമനറി ആർട്ടറി ഉണ്ട്, പൾമനറി വെയിൻ ഉണ്ട്, ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട്, മിട്രൽ വാൽവ് ഉണ്ട് ഓർ ബൈകസ്പിഡ് വാൽവ്. പിന്നെ എന്താ ഉള്ളത്? ഒരു അയോർട്ടയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ഹാർട്ടിൽ എത്ര ചേമ്പേഴ്സ് ഉണ്ടെന്ന്? 4 ചേമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 ചേമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. റൈറ്റിൽ റൈറ്റ് ഏട്രിയം എന്നും റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞിട്ട് 2 ചേമ്പറുണ്ട്. അതുപോലെ ലെഫ്റ്റിൽ ലെഫ്റ്റ് ഏട്രിയം എന്നും ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞിട്ട് 2 ചേമ്പേഴ്സ് ഉണ്ട്. ഇതാണ് 4 ചേമ്പേഴ്സ്. റൈറ്റിൽ റൈറ്റ് ഏട്രിയം എന്നും റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞിട്ട് 2 ചേമ്പേഴ്സ്. അതുപോലെ ലെഫ്റ്റിൽ ലെഫ്റ്റ് ഏട്രിയം എന്നും ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞിട്ട് 2 ചേമ്പേഴ്സ്. അപ്പോൾ നമ്മൾ കറക്റ്റ് പറയുവാണെങ്കിൽ ഈ 2 അപ്പർ ചേമ്പേഴ്സിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ഓറിക്കിൾസ്. ഓക്കെ, കാരണം റൈറ്റ് ഓറിക്കിളും ലെഫ്റ്റ് ഓറിക്കിളും ഉണ്ട് മുകളിൽ. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടി ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ഓറിക്കിൾ. താഴെയുള്ള റൈറ്റ് വെൻട്രിക്കിളിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കൂടി ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് വെൻട്രിക്കിൾസ്. ഓക്കെ, റൈറ്റിലുള്ള, അതായത് മുകളിലുള്ള അപ്പറിലുള്ള 2 ചേമ്പേഴ്സിനെ, അപ്പർ ചേമ്പേഴ്സിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ഓറിക്കിൾസ്. ലോവർ പോർഷനിലുള്ള 2 ചേമ്പേഴ്സിനെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് വെൻട്രിക്കിൾ. റൈറ്റിലായതുകൊണ്ട് റൈറ്റ് ഓറിക്കിൾ എന്ന് പറയുന്നു, ലെഫ്റ്റിലായതുകൊണ്ട് ലെഫ്റ്റ് ഓറിക്കിൾ എന്ന് പറയുന്നു. താഴെ റൈറ്റിലായതുകൊണ്ട് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നു, ലെഫ്റ്റിലായതുകൊണ്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നു. ഇങ്ങനെ ഈ 4 ചേമ്പേഴ്സാണ് നമ്മളെ ഹാർട്ടിനുള്ളത്. ഓക്കെ, റൈറ്റ് ചേമ്പേഴ്സ് എന്ന് പറയുന്നത് റൈറ്റ് ഓറിക്കിളും റൈറ്റ് വെൻട്രിക്കിളും, ലെഫ്റ്റ് ചേമ്പേഴ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓറിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും. അപ്പർ പോർഷനിലുള്ള 2 ചേമ്പേഴ്സിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ഓറിക്കിൾസ്. ലോവർ പോർഷനിലുള്ള 2 ചേമ്പേഴ്സിനെയും കൂടി ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് വെൻട്രിക്കിൾസ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഹ്യൂമൻ ഹാർട്ടിന് 4 ചേമ്പേഴ്സാണുള്ളത്. ഏതൊക്കെയാണ്? റൈറ്റ് ഓറിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പർ പോർഷനിലുള്ള 2 ചേമ്പേഴ്സിനെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് ഓറിക്കിൾ. ലോവർ പോർഷനിലുള്ള 2 ചേമ്പേഴ്സിനെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് വെൻട്രിക്കിൾസ്. ഓക്കെ, ഇനി നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയേർഡ് മെമ്പറൈൻ ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയേർഡ് മെമ്പറൈൻ ഉണ്ട്. ആ ഡബിൾ ലെയേർഡ് മെമ്പറൈൻ്റെ പേരാണ് പെരികാർഡിയം. ഓക്കെ, ഹ്യൂമൻ ഹാർട്ടിനെ കവർ ചെയ്ത ഡബിൾ ലെയേർഡ് മെമ്പറൈൻ്റെ പേരാണ് പെരികാർഡിയം. ഈ പെരികാർഡിയത്തിൻ്റെ ഇടയിലൂടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, എളുപ്പമാണ്. പെരികാർഡിയൽ ഫ്ലൂയിഡ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയേർഡ് മെമ്പറൈൻ ഉണ്ട്. അതിൻ്റെ പേരാണ് പെരികാർഡിയം. ആ പെരികാർഡിയത്തിൻ്റെ ഇടയിലുള്ള ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഹ്യൂമൻ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ റൈറ്റിലുള്ള 2 ചേമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളും. ലെഫ്റ്റിലുള്ള 2 ചേമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ഓറിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും. ഓക്കെ, അങ്ങനെ 4 ചേമ്പേഴ്സാണ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിൽ ഉള്ളത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഫങ്ഷൻ, വർക്കിംഗ് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. എങ്ങനെയാണ് ഹ്യൂമൻ ഹാർട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ്. നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കി. ഇവിടെ ഹ്യൂമൻ ഹാർട്ടിൽ ഏതൊക്കെ പാർട്സ് ആണുള്ളതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സുപ്പീരിയർ വീനക്കാവ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ, ഈ 2 വീനക്കാവാസും ഇംപ്യൂർ ബ്ലഡിനെ, അതായത് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ്, ഓക്കെ, ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഓർ ഇംപ്യൂർ ബ്ലഡിനെ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്നും റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. 2 പേര്, അതായത് സുപ്പീരിയർ വീനക്കാവ അപ്പർ പോർഷനിലുള്ള ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് വരും, ഇൻഫീരിയർ വീനക്കാവ ലോവർ പോർഷനിലുള്ള ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഈ ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയും എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ, ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്തുകൊണ്ട് വരും. ഈ സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും, സുപ്പീരിയർ വീനക്കാവ അപ്പർ ഹാഫ് ഓഫ് ദി ബോഡിയിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്യും, ഇൻഫീരിയർ വീനക്കാവ ലോവർ ഹാഫ് ഓഫ് ദി ബോഡിയിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്യും. അപ്പോൾ ഇവർ 2 പേരും ഇവർ കൊണ്ടുവരുന്ന എന്താണ്?
ഇവർ രണ്ടുപേരും ബോഡിയിലേക്ക് ബ്ലഡിനെ കളക്ട് ചെയ്തുകൊണ്ട് ഈ ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയും ബ്ലഡിനെ എങ്ങോട്ട് കൊണ്ടുപോകും? റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഇംപ്യൂർ ബ്ലഡാണ്. ഈ സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത് ഡീഓക്സിനേറ്റഡ് ബ്ലഡാണ്. ഈ ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് റൈറ്റ് ഏട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിൻ്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, അതിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ട്രൈകസ്പിഡ് വാൽവ്. ഈ വാൽവ് എന്ത് ചെയ്യും? ഇവിടെ റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡ് വന്ന് നിറയുമ്പോഴത്തേക്കും ഈ ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആവും. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഈ ട്രൈകസ്പിഡ് വാൽവ് എന്ത് ചെയ്യും? റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡ് വന്ന് നിറയുമ്പോഴത്തേക്കും അത് ഓപ്പൺ ആവും. അപ്പോൾ ആ ബ്ലഡ് എങ്ങോട്ട് പോകും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. അത് കഴിയുമ്പോഴത്തേക്കും ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ് ആവും. കാരണം ബാക്ക്വേർഡ് ഫ്ലോ തടയാൻ വേണ്ടിയിട്ട്, ബ്ലഡിൻ്റെ ബാക്ക്വേർഡ് ഫ്ലോ തടയാൻ വേണ്ടിയിട്ട് ട്രൈകസ്പിഡ് വാൽവ് പിന്നെ അങ്ങ് ക്ലോസ് ആവും. അപ്പോൾ ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് എവിടെയാണുള്ളത്? റൈറ്റ് വെൻട്രിക്കിളിലാണ് ഉള്ളത്. ഈ റൈറ്റ് വെൻട്രിക്കിളിലെത്തിയ ബ്ലഡ് ഈ പൾമനറി ആർട്ടറി വഴി നോക്കി നേരെ ആരോ മാർക്ക് നേരെ അടുത്ത് പോകുന്നത് പൾമനറി ആർട്ടറിയിലോട്ടാണ്. കണ്ടല്ലോ, അത് നേരെ പോകുന്ന ആ ബ്ലൂ കളർ എന്ന് പറയുന്ന പൾമനറി ആർട്ടറിയാണ്. നേരെ പൾമനറി ആരോ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആ പൾമനറി ആർട്ടറിയിലേക്ക് എന്ത് ചെയ്യും? ബ്ലഡ് പോവും. ഈ പൾമനറി ആർട്ടറി ഈ ബ്ലഡിനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന എവിടേക്കാണ്? ലങ്സിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ പൾമനറി ആർട്ടറി എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ലങ്സിലോട്ട് കൊണ്ടുപോകുന്നു. ലങ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡായി മാറുന്നു. ലങ്സിൽ വെച്ചിട്ട് ഈ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് മാറുന്നു. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമനറി വെയിനിൽ വന്ന് എത്തുന്നു. അടുത്ത യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന അകത്തേക്കാണ് ആരോ. ഓക്കെ, പൾമനറി വെയിൻ ലങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ പൾമനറി ആർട്ടറിയുടെ തൊട്ട് താഴെ പൾമനറി വെയിൻ യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ ആരോ കണ്ടല്ലോ, അകത്തേക്കാണ്. ലങ്സിൽ നിന്നും ക്യാരി ചെയ്തുകൊണ്ട് വന്ന ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പൾമനറി വെയിൻ എവിടേക്ക് കൊണ്ടുപോകുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്ന് നിറയുന്നു ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ ഈ ലെഫ്റ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൽവ് ഉണ്ട്. അതാണ് മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ്. ബൈക്കസ്പിഡ് വാൽവിൻ്റെ മറ്റൊരു പേരാണ് മിട്രൽ വാൽവ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ ബ്ലഡ് വന്ന് നിറയുമ്പോഴത്തേക്കും ഈ മിട്രൽ വാൽവ് എന്ത് ചെയ്യും? ഓപ്പൺ ആവും. മിട്രൽ വാൽവ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ബ്ലഡ് എല്ലാം കൂടി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. അപ്പോൾ മിട്രൽ വാൽവ് ക്ലോസ് ആവും. മിട്രൽ വാൽവ് ക്ലോസ് ആവുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ക്വേർഡ് ഫ്ലോയെ തടയാൻ വേണ്ടിയിട്ട്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്ന ബ്ലഡ് നോക്കിയാൽ ആരോ നേരെ പോകുന്ന എങ്ങോട്ടാണ്? അയോർട്ടയിലേക്ക് പോകുന്നു. അയോർട്ട വഴി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് ചെന്നെത്തുന്നു. ഓക്കെ, ഇതാണ് ബ്ലഡ്. ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിനകത്ത് ബ്ലഡിൻ്റെ സർക്കുലേഷൻ നടക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താ നടക്കുന്നത്? ഡീഓക്സിനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയും ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നും കളക്ട് ചെയ്യും. സുപ്പീരിയർ വീനക്കാവ അപ്പർ പോർഷൻ, നമ്മുടെ ബോഡിയുടെ അപ്പർ പോർഷനിൽ നിന്ന് കളക്ട് ചെയ്യും. ഇൻഫീരിയർ വീനക്കാവ ലോവർ പോർഷനിൽ നിന്ന് കളക്ട് ചെയ്യും. ഇത് രണ്ടും എവിടെ കൊണ്ടെത്തിക്കുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. റൈറ്റ് ഏട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട്. അതാണ് ട്രൈകസ്പിഡ് വാൽവ്. ഈ റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വന്ന് നിറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആവും. ബ്ലഡ് എല്ലാം കൂടി റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. അപ്പോഴേക്കും ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ് ആവുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിറഞ്ഞ ബ്ലഡ് നേരെ പൾമനറി ആർട്ടറിയിലേക്ക് പോകും. പൾമനറി ആർട്ടറി ഇതിനെ ലങ്സിൽ കൊണ്ടുവന്ന് എത്തിക്കും. ലങ്സിൽ വെച്ചിട്ട് അതെന്തായി മാറും? ഓക്സിജനേറ്റഡ് ബ്ലഡായി മാറും. ആ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പൾമനറി വെയിൻ ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ലെഫ്റ്റ് ഓറിക്കിളിൽ ബ്ലഡ് വന്ന് നിറയുമ്പോഴത്തേക്കും അവിടെയുള്ള വാൽവ്, മിട്രൽ വാൽവ് ഓർ ബൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ആവുന്നു. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പോകുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ അയോർട്ടയിലിട്ട് പോകും. അയോർട്ടയാണ് നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പോർഷനിലേക്ക് ബ്ലഡിനെ, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാർട്ടിന് 2 ചേമ്പറുകളാണുള്ളത്. അപ്പർ 2 ചേമ്പേഴ്സ്, അതിനെ ഓറിക്കിൾ എന്ന് പറയുന്നു. ലോവർ ചേമ്പേഴ്സിനെ വെൻട്രിക്കിൾ എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ഹാർട്ടിൽ എങ്ങനെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ബ്ലഡ് എങ്ങനെയാണ് ഹാർട്ടിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മളിപ്പോൾ പഠിച്ചു. പിന്നെ നമ്മുടെ ഹാർട്ടിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു ഡബിൾ ലെയേർഡ് മെമ്പറൈൻ ഉണ്ട്. അതിൻ്റെ പേരാണ് പെരികാർഡിയം. പെരികാർഡിയത്തിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ദി ചേമ്പർ ദാറ്റ് റിസീവ് പ്യുവർ ബ്ലഡിനെ റിസീവ് ചെയ്യുന്ന ചേമ്പർ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും ആൻസർ? അത് ലെഫ്റ്റ് ഏട്രിയം ആണ്. ഓക്കെ, ലെഫ്റ്റ് ഏട്രിയം ആണ് പ്യുവർ ബ്ലഡിനെ റിസീവ് ചെയ്യുന്ന ചേമ്പർ.
അതുപോലെ ചേംബർ ദാറ്റ് റിസീവ് ഇംപ്യൂർ ബ്ലഡ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? റൈറ്റ് ഏട്രിയം. അതുപോലെ വിച്ച് പാർട്ട് ഓഫ് അല്ലെങ്കിൽ ദി ഒൺലി വെയിൻ ദാറ്റ് ക്യാരി പ്യുവർ ബ്ലഡ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? പൾമനറി വെയിൻ. ആൻഡ് ഒൺലി വെയിൻ ദാറ്റ് ക്യാരി ഇംപ്യുവർ ബ്ലഡ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? പൾമനറി ആർട്ടറി. ഓക്കെ, ഇത്രയും പറയാൻ പറ്റുമല്ലോ. പിന്നെ നമ്മൾ അയോർട്ട പറഞ്ഞു. അയോർട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ബ്ലഡ് വെസൽ ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ ഏറ്റവും വലിയ ബ്ലഡ് വെസലാണ് ഈ അയോർട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാർജസ്റ്റ് ആർട്ടറി ഇൻ ഹ്യൂമൻ ബോഡിയാണ് അയോർട്ട. അയോർട്ട എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ബോഡിയുടെ ലാർജസ്റ്റ് ബ്ലഡ് വെസൽ. അതുപോലെ തന്നെ ലാർജസ്റ്റ് ആർട്ടറി എന്ന് ചോദിച്ചാലും അത് അയോർട്ടയാണ്. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ആർട്ടറിയും അതുപോലെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ബ്ലഡ് വെസൽ ഏതാണെന്ന് ചോദിച്ചാലും അത് രണ്ടിനും ഉത്തരം എന്താണ്? അയോർട്ടയാണ്. അപ്പോൾ ലാർജസ്റ്റ് ആർട്ടറി അയോർട്ട എന്ന് പറഞ്ഞു. എന്നാൽ ലാർജസ്റ്റ് വെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇൻഫീരിയർ വീനക്കാവയാണ്. ഓക്കെ, ലാർജസ്റ്റ് വെയിൻ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ്? ഇൻഫീരിയർ വീനക്കാവ. ഓക്കെ, ഇതിൽ നിന്നും ഇത്രയും കൂടി പഠിച്ചു വയ്ക്കുക. ലാർജസ്റ്റ് ബ്ലഡ് വെസലും ലാർജസ്റ്റ് ആർട്ടറിയുമാണ് അയോർട്ട. ഓക്കെ, അയോർട്ടയും ആർട്ടറിയും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ലാർജസ്റ്റ് ബ്ലഡ് വെസൽ ഇൻ ഹ്യൂമൻ ബോഡിയാണ്, അതുപോലെ ലാർജസ്റ്റ് ആർട്ടറി ഇൻ ഹ്യൂമൻ ബോഡിയാണ് അയോർട്ട. എന്നാൽ ലാർജസ്റ്റ് വെയിൻ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിച്ചാൽ അത് ഇൻഫീരിയർ വീനക്കാവയാണ്. ലാർജസ്റ്റ് വെയിൻ ഇൻ ഹ്യൂമൻ ബോഡി ചോദിച്ചാൽ അത് ഇൻഫീരിയർ വീനക്കാവയാണ്. ഇനി നമ്മൾ പറഞ്ഞു പൾമനറി ആർട്ടറി എന്താ ചെയ്യുന്നത്? പൾമനറി ആർട്ടറി ഇംപ്യൂർ ബ്ലഡിനെയാണ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു. ഒൺലി ആർട്ടറി ദാറ്റ് ക്യാരി ഇംപ്യൂർ ബ്ലഡ് ആണ് പൾമനറി ആർട്ടറി. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ എന്തായിരിക്കും ആർട്ടറിയുടെ മെയിൻ ഫംഗ്ഷൻ? ആർട്ടറീസ് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽ ദാറ്റ് ക്യാരി പ്യുവർ ബ്ലഡ് ആണ്. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ ആർട്ടറീസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു എക്സെപ്ഷനാണ് ഈ പൾമനറി ആർട്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. പൾമനറി ആർട്ടറി എന്താ ചെയ്യുന്നത്? ഹാർട്ടിൽ നിന്നും ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് ലങ്സിലേക്ക് പോകുന്ന ആളാണ് പൾമനറി ആർട്ടറി. എന്നാൽ ആർട്ടറി എന്ന് വെച്ചാൽ എന്താണ്? ആർട്ടറി എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി പ്യുവർ ബ്ലഡ് ആണ്. ഓക്കെ, അതുപോലെ പൾമനറി വെയിൻ എന്താ ചെയ്തത്? പൾമനറി വെയിൻ ക്യാരി പ്യുവർ ബ്ലഡ് ടു ഹാർട്ട് അല്ലേ? ഹാർട്ടിലേക്ക് പ്യുവർ ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് വന്ന ആളാണ് പൾമനറി വെയിൻ. അപ്പോൾ വെയിൻസ് എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ഇംപ്യൂർ ബ്ലഡ് ആണ്. ഓക്കെ, ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ഇംപ്യൂർ ബ്ലഡ് ആണ് വെയിൻസ്. പക്ഷേ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പൾമനറി വെയിനിൻ്റെ ഫംഗ്ഷൻ. ഇത് മറക്കരുത്. ഇതൊക്കെ ചോദിക്കാൻ വളരെ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ വെയിൻസ് ആണെങ്കിൽ ക്യാരി ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും. എന്നാൽ പൾമനറി വെയിൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ക്യാരി പ്യുവർ ബ്ലഡ് ടു ഹാർട്ട് ഫ്രം ലങ്സ്. ഓക്കെ, അതുപോലെ സാധാരണ ആർട്ടറീസ് എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി പ്യുവർ ബ്ലഡ് ആണ്. എന്നാൽ പൾമനറി ആർട്ടറി എന്താണ്? പൾമനറി ആർട്ടറി എന്താ ചെയ്യുന്നത്? ക്യാരി ഇംപ്യുവർ ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ലങ്സ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ലാർജസ്റ്റ് ആർട്ടറിയാണ്, ഏറ്റവും വലിയ ആർട്ടറിയാണ് അയോർട്ട. ഏറ്റവും വലിയ വെയിനാണ് ഇൻഫീരിയർ വീനക്കാവ. അയോർട്ടയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണ്? അയോർട്ടയാണ് ലാർജസ്റ്റ് ബ്ലഡ് വെസൽ. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ബ്ലഡ് വെസലാണ് അയോർട്ട എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ളതാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ളതാണ് മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. രണ്ടും പഠിച്ചു വെച്ചാൽ രണ്ടും കൂടി തിരിഞ്ഞു. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് ട്രൈകസ്പിഡ് വാൽവ്. കാരണം റൈറ്റിലും ആറുണ്ട്, ട്രൈയിലും ആറുണ്ട്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. മറ്റേത് മിട്രൽ വാൽവ് ഓർ ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ തിൻ മസ്കുലാർ വാൾ ദാറ്റ് സെപ്പറേറ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ. രണ്ട് ഏട്രിയകളെയും റൈറ്റ് ഏട്രിയയും ലെഫ്റ്റ് ഏട്രിയയും സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത്. ഇന്റർ എന്ന് വെച്ചാൽ രണ്ടിൻ്റെ ഇടയ്ക്കുള്ളത് കൊണ്ടാണ് ഏട്രിയൽ സെപ്റ്റം അല്ലെങ്കിൽ ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത്. എ വാൾ ദാറ്റ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് ഏട്രിയം. രണ്ട് ഏട്രിയത്തിൻ്റെ ഇടയ്ക്കുള്ള വാളിനെ പറയുന്ന പേരാണ്, തിൻ മസ്കുലാർ വാളിനെ പറയുന്ന പേരാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ഓക്കെ, ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ മസ്കുലാർ വാൾ ദാറ്റ് സെപ്പറേറ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ. റൈറ്റ് ഏട്രിയത്തെയും ലെഫ്റ്റ് ഏട്രിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന തിൻ മസ്കുലാർ വാളിനെയാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? റൈറ്റ് വെൻട്രിക്കിളിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ആയിരിക്കും. ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ആയിരിക്കും. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, റൈറ്റ് ഏട്രിയത്തെയും ലെഫ്റ്റ് ഏട്രിയത്തെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന തിൻ വാളിനെ പറയുന്ന പേരാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. എന്നാൽ റൈറ്റ് വെൻട്രിക്കിളിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് മറക്കരുത്. റൈറ്റ് ഏട്രിയത്തെയും ലെഫ്റ്റ് ഏട്രിയത്തെയും രണ്ട് ഏട്രിയങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. എന്നാൽ രണ്ട് വെൻട്രിക്കിൾസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം.
നേരത്തെ പറഞ്ഞ എന്താ, റൈറ്റ് ഏട്രിയത്തെയും റൈറ്റ് വെൻട്രിക്കിളിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞു. അതുപോലെ ലെഫ്റ്റ് ഏട്രിയത്തെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ബൈകസ്പിഡ് വാൽവ് ഓർ മിട്രൽ വാൽവ് എന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ അപ്പർ ചേമ്പേഴ്സിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന റൈറ്റ് ഏട്രിയത്തെയും ലെഫ്റ്റ് ഏട്രിയത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. റൈറ്റ് വെൻട്രിക്കിളിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഓക്കെ, അത് മാറിപ്പോയിരുന്നു. മുകളിലും താഴെയായിട്ടാണെങ്കിൽ കസ്പിഡ് വാൽവ്സ്, ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും. അപ്പർ ചേമ്പേഴ്സിന് തമ്മിലാണെങ്കിൽ ഇന്റർ ഏട്രിയൽ സെപ്റ്റവും ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റവും. ഓക്കെ, അത് മാറിപ്പോകരുത്. ഓക്കെ, ഇനി നമ്മളെ ഒരു എംബ്രിയോ 4 വീക്ക് ആകുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഹാർട്ട് ബീറ്റ് ഓഫ് ഹ്യൂമൻ ബീങ് സ്റ്റാർട്ട്സ് വെൻ ഗ്രോത്ത് ഓഫ് എംബ്രിയോ ഈസ് 4 വീക്ക്. എംബ്രിയോയുടെ ഗ്രോത്ത് 4 വീക്ക് ആകുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. റെസ്റ്റ്ലെസ് മസിൽ, ഹ്യൂമൻ ബോഡിയിലെ റെസ്റ്റ്ലെസ് മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയും, അത് കാർഡിയാക് മസിലാണ്. ഹ്യൂമൻ ബോഡിയുടെ റെസ്റ്റ്ലെസ് മസിലാണ് കാർഡിയാക് മസിൽ. എംബ്രിയോസിന് 4 വീക്ക് ആകുമ്പോൾ, 4 ആഴ്ചയാകുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ഹാർട്ടിനെ ബീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മയോകാർഡിയൽ മസിലാണ്. മസിൽ ദാറ്റ് ഹെൽപ്സ് ഹാർട്ട് ടു ബീറ്റ് ഇൻ സെയിം റിതം. ആ ഒരു സെയിം റിതമിൽ ഹാർട്ടിനെ ബീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മസിലാണ് മയോകാർഡിയൽ മസിൽ. ഓക്കെ, ഒരു എംബ്രിയോ 4 ആഴ്ചയാകുമ്പം ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും. റെസ്റ്റ്ലെസ് മസിൽ എന്ന് ചോദിച്ചാൽ അത് കാർഡിയാക് മസിലാണ്. പിന്നെ പറഞ്ഞ എന്താ, മസിൽ ദാറ്റ് ഹെൽപ്സ് ഹാർട്ട് ടു ബീറ്റ് ഇൻ സെയിം റിതം. ഹാർട്ടിനെ സെയിം റിതമിൽ ബീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മസിലാണ് മയോകാർഡിയൽ മസിൽ. ഇനി നമുക്കടുത്ത് പഠിക്കാനുള്ളത് കണ്ടീഷൻ ഓഫ് മോർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ്. പെർ മിനിറ്റിൽ 100-ൽ കൂടുതൽ ബീറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടാക്കി കാർഡിയ. ഓക്കെ, ടാക്കി കാർഡിയ എന്ന് വെച്ചാൽ മോർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ്. പെർ മിനിറ്റിൽ 100-ൽ കൂടുതൽ ബീറ്റ്സ് വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടാക്കി കാർഡിയ. എന്നാൽ 60-ൽ കുറവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബ്രാഡി കാർഡിയ. ഓക്കെ, ബ്രാഡി കാർഡിയയും ടാക്കി കാർഡിയയും. കണ്ടീഷൻ മോർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ ടാക്കി കാർഡിയ. കണ്ടീഷൻ ഓഫ് ലെസ് ദാൻ 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബ്രാഡി കാർഡിയ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഹാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, ഹാർട്ടിനെ പറ്റിയാണ് പറഞ്ഞത്. ഹാർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ബിസിയസ്റ്റ് ഓർഗൻ ഓഫ് ദി ബോഡി. ഹ്യൂമൻ ബോഡിയുടെ ബിസിയസ്റ്റ് ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? പംപ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ബോഡി ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ലങ്സ്. ഓക്കെ, സർക്കുലേഷൻ നടത്തുന്നത്, ബ്ലഡിൻ്റെ ബോഡിയിലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? ഹാർട്ട്. സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ ബോഡി ഈസ് റെഗുലേറ്റഡ് ബൈ ഹാർട്ട്. ഓൺലി ഓർഗൻ വിച്ച് ഡു നോട്ട് അഫക്റ്റ് ക്യാൻസർ, അതാരാണ്? ഹാർട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പ്യുവർ ബ്ലഡ് എന്താണ്, ഇംപ്യുവർ ബ്ലഡ് എന്താണെന്നാണ്. പ്യുവർ ബ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് എൻറിച്ച്ഡ് വിത്ത് ഓക്സിജൻ ആണ് പ്യുവർ ബ്ലഡ്. ഇംപ്യുവർ ബ്ലഡ് എന്ന് വെച്ചാൽ ബ്ലഡ് അബണ്ടൻറ്റ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് പുവർ ഇൻ ഓക്സിജൻ ആണ് ഇംപ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. ദെൻ ബ്ലഡ്, പിന്നെ നമ്മൾ പറഞ്ഞത് ഹാർട്ട് ബീറ്റിനെ പറ്റിയാണ്. സാധാരണ ഒരു അഡൽറ്റിന് പറയുന്നത് എത്രയാണ്? 70 മുതൽ 85 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നാണ് പറയുന്നത്. മെയിലിനാണെങ്കിൽ 70 മുതൽ 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും. ഫീമെയിലിനാണെങ്കിൽ 78 മുതൽ 82 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഹ്യൂമൻ ഹാർട്ടിന് 4 ചേമ്പേഴ്സാണുള്ളത്. അപ്പറിൽ 2 ഓറിക്കിൾസും ലോവറിൽ 2 വെൻട്രിക്കിൾസും. ഓക്കെ, ഏതൊക്കെയാണ്? റൈറ്റ് ഓറിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾസ്. ഇത് 4ആണ് ഹ്യൂമൻ ബോഡിയുടെ ചേമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില ഓർഗാനിസംസിൻ്റെ ഹാർട്ട് ചേമ്പേഴ്സിനെ പറ്റി നോക്കി. ക്രോക്രോച്ചിന് 13 ചേമ്പേഴ്സാണുള്ളത്. 4 പേർക്ക്, ഹ്യൂമൻസ്, മാമൽസ്, ബേർഡ്സ്, ക്രോക്കോഡൈൽ, ഇവർക്ക് ഇത്രയും പേർക്കും 4 ചേമ്പേഴ്സാണെന്ന് പറഞ്ഞു. ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും 3 ചേമ്പേഴ്സാണ് ഉള്ളത്. ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും 3 ചേമ്പേഴ്സാണ് ഉള്ളത്. പിന്നെ ഫിഷിന് 2 ചേമ്പേഴ്സാണ് ഉള്ളത്. നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് സർക്കുലേഷനെ പറ്റിയാണ് അടുത്ത് പറഞ്ഞത്. അതെങ്ങനെയാണ്? സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നും ഇംപ്യുവർ ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട്. റൈറ്റ് ഏട്രിയത്തിലെ ബ്ലഡ് വന്ന് നിറയുമ്പോഴത്തേക്കും ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആവുന്നു. അങ്ങനെ ബ്ലഡ് നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അവിടെ നിന്നും പൾമനറി ആർട്ടറി അതിനെ ലങ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ലങ്സിൽ നിന്നും
ഓക്സിജൻ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ബ്ലഡിനെ പൾമനറി വെയിൻ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകാനായിട്ട് ഒരു മിട്രൽ വാൽവ് ഉണ്ട്, അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ് ഉണ്ട്. ആ വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോർട്ട ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ബ്ലഡിനെ കൊണ്ട് എത്തിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു അയോർട്ടയാണ് ലാർജസ്റ്റ് ബ്ലഡ് വെസൽ. അയോർട്ടയാണ് ഏറ്റവും വലിയ ആർട്ടറി, ലാർജസ്റ്റ് ആർട്ടറിയും ലാർജസ്റ്റ് ബ്ലഡ് വെസൽ ഇൻ ഹ്യൂമൻ ബോഡി ചോദിച്ചാൽ അതിന് ഉത്തരം അയോർട്ടയാണ്. എന്നാൽ ലാർജസ്റ്റ് വെയിൻ ആരാണ്? ഇൻഫീരിയർ വീന കാവയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സാധാരണ ആർട്ടറീസിൻ്റെ പ്രത്യേകത എന്താണ്? Arteries are blood vessels that carry pure blood. എന്നാൽ പൾമനറി ആർട്ടറി എന്താ ചെയ്യുന്നത്? that carry impure blood from heart to lungs. ഇനി പറഞ്ഞു വെയിനിൻ്റെ പ്രത്യേകത. വെയിൻസ് ആർ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ഇംപ്യൂർ ബ്ലഡ്. ബട്ട് പൾമനറി വെയിൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ക്യാരി പ്യുവർ ബ്ലഡ് ഫ്രം ലങ്സ് ടു ഹാർട്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് അതായത് അപ്പർ ചേമ്പേഴ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവിനെ പറയുന്ന പേരാണ് റൈറ്റ് ഓറക്കിളിനെയും ലെഫ്റ്റ് ഓറക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവിൻ്റെ പേരാണ് ഇൻട്രൽ ഓറക്കിൾ സെപ്റ്റം. അതുപോലെ താഴെ റൈറ്റ് വെൻട്രിക്കിളിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും. റൈറ്റ് ഏട്രിയത്തെയും റൈറ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ട്രൈക്കസ്പിഡ് വാൽവ്. എന്നാൽ ലെഫ്റ്റ് ഏട്രിയത്തെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞു? ബൈക്കസ്പിഡ് വാൽവ് എന്നും പറഞ്ഞു, അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ഹ്യൂമൻ അതായത് ഒരു എംബ്രിയോയുടെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 വീക്സ് എത്തുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഹ്യൂമൻ എംബ്രിയോ 4 വീക്സ് എത്തുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും. റെസ്റ്റ്ലെസ് മസിൽ, ഹ്യൂമൻ ബോഡിയിലെ റെസ്റ്റ്ലെസ് മസിലാണ് കാർഡിയാക് മസിൽ. മസിൽസിനെ ഹാർട്ട് ബീറ്റ് ആ ഒരു റിതമിൽ ഹാർട്ട് ബീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മസിലാണ് മയോകാർഡിയൽ മസിൽ എന്ന് പറഞ്ഞു. കണ്ടീഷൻ ഓഫ് മോർ ദാൻ 100 ഹാർട്ട് ബീറ്റ് പെർ മിനിറ്റ് ആണെങ്കിൽ ടാക്കി കാർഡിയാണെന്ന് പറഞ്ഞു. കണ്ടീഷൻ ഓഫ് ലെസ് ദാൻ 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബ്രാഗി കാർഡിയ എന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി ഒരു ക്ലാസ്സും കൂടി വരും, ഹാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ. കുറച്ച് കാര്യങ്ങളും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അന്ന് ബ്ലഡിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അത് രണ്ടും കൂടി ചേർത്ത് ഒറ്റ ക്ലാസ്സായിട്ട് അത് വിടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു അഗെയിൻ.